أحكام النون الساكنة والتنوين. للنون إن تسكن وللتنوين أربع أحكام فخذ تبيني. فالأول الإظهار قبل أحرف للحلق ست رتبت فلتعرفي. همز فهاء ثم عين حاء مهملتان ثم غين خاء. والثاني إدغام بستة أتت في يرملون عندهم قد ثبتت. لكنها قسمان قسم يدغما فيه بغنة بينمو علما. إلا إذا كان بكلمة فلا تدغم كدنيا ثم سنوان تلا. والثاني إدغام بغير جنة في اللام والراء ثم كررنه. والثالث الإقلاب عند الباء ميما بغنة مع الإخفاء. والرابع الإخفاء عند الفاضل من الحروف واجب للفاضل. في 5 من بعد 10 رمزها في كلم هذا البيت قد ضمنتها. صف ذاتنا كم جاد شخص قد سما دم طيبا زد في تقى ظالما. أحسنت بارك الله فيك. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹെഡിങ് അഹ്കാമു നൂനി സാക്കിനത്തി വത്തൻവീൻ. അഹ്കാമു അന്നൂനി സാക്കിനത്തി വത്തൻവീൻ. ഈ ഹെഡിങ് ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹിമുള്ള തന്നെ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, തുഹ്ഫത്തുൽ അത്ഫാൽ ഇഫ്ലാക്കുന്ന വിദ്യാർത്ഥികൾ ഹെഡിങ്ങും കാണാതെ പഠിക്കണം. അത് ആ കിതാബിൻ്റെ ഭാഗമാണ്. ചില ഗ്രന്ഥങ്ങൾക്ക് ഹെഡിങ് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ പിന്നീട് വന്ന പണ്ഡിതന്മാർ ആരെങ്കിലും നൽകുന്നതായിരിക്കും, ഷാരിഹിങ്ങൾ ആരെങ്കിലും. ഇപ്പം സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ്. അത് ഈ സഹിഹ് ഹദീസിൽ ക്രോഡീകരിച്ച ഗ്രന്ഥം. അതിന് ഹെഡിങ്ങുകൾ നൽകിയതാരാണ്? ഇമാം അന്നബവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അത് ഇമാം മുസ്ലിം നൽകിയ ഹെഡിങ്ങുകളല്ല. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ ഹെഡിങ് കൊടുക്കാതെ വിഷയങ്ങൾ എഴുതുക. എന്നാൽ ചില പണ്ഡിതന്മാർ ഹെഡിങ്ങുകൾ കൊടുക്കും. ഈ ഹെഡിങ്ങുകൾ സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഹെഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇഫ്ലാക്കുന്ന വിദ്യാർത്ഥികൾ അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ എന്ന ഹെഡിങ് കാണാതെ പഠിക്കണം. ഇഫ്ള് പഠിക്കുന്നവർ. പക്ഷേ നമ്മൾ ഈ ശറഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശാലമായ തജ്വീദ് പഠനമല്ല. അങ്ങനെ പഠിപ്പിക്കാൻ അർഹനുമല്ല ഞാൻ. നമ്മളെ ഖിറാഅത്തിലൊക്കെ പഠിക്കുന്ന ഉസ്താദുമാരുണ്ട്. അപ്പോൾ അവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മളെ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പുതിയ സിലബസ് നിശ്ചയിച്ചത് തന്നെ ഒരു 1-2 മണിക്കൂർ ഇഖ്റായിനാണ്. ഖുർആൻ പാരായണം, തജ്വീദോടുള്ള പാരായണം. എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തജ്വീദോടുള്ള ഖുർആൻ പാരായണം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള പഠനം 5 വർഷം 10 വർഷം ഇൻഷാ അല്ലാഹ്. ഖുർആൻ നന്നായി ആയത്ത് പഠിക്കുക, ശരിക്കും ഓതാൻ പഠിക്കുക, തജ്വീദോടുകൂടി ഓതാൻ പഠിക്കുക. അതാണ് ജീവിതത്തിൽ എപ്പോഴും ബാക്കിയായിട്ടുണ്ടാകുക. അപ്പോൾ ആയത്തിലുള്ള വിശദമായ പഠനവും ചർച്ചയും അല്ല നമ്മൾ ഈ ശറഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇങ്ങനെ ഒരു ഫഞ്ഞുണ്ട്, തജ്വീദിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ശറഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ, ഒന്നാമത്തെ പാഠം സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും പാഠങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ലിന്നൂനി ഇൻ തസ്കുൻ വലി തൻവീനി അർബഉ അഹ്കാമിൻ ഫഹു തബീനി. സാക്കിനായ നൂനിനും തൻവീനിനും ഉണ്ട് അർബഉ അഹ്കാമിൻ. ലിന്നൂനി ഇൻ തസ്കുൻ, നൂനിനുണ്ട് ഇൻ തസ്കുൻ, അത് സാക്കിനായാൽ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനുണ്ട്. വത്തൻവീനി, തൻവീനിനുമുണ്ട് അർബഉ അഹ്കാം, 4 ഹുക്കുമുകളുണ്ട്. അർബഅതു അഹ്കാമിൻ എന്നാണ് പറയേണ്ടത് അല്ലേ? ബൈത്തിന് വേണ്ടിയിട്ട് താനെ കളഞ്ഞതാണ്. അർബഅതു അഹ്കാമിൻ എന്നാണ് ശരിക്കും. കാരണം ഹുക്മ് മുദക്കറാണ്. അപ്പോൾ മഅദൂദ് മുദക്കറാകുമ്പോൾ അതത് മുഅന്നസാകണം. അപ്പോൾ അർബഅതു അഹ്കാമിൻ എന്ന് പറയേണ്ടടുത്ത് അർബഉ അഹ്കാമിൻ എന്നത് ബൈത്തിന് വേണ്ടി പലതും കളയും. ലിളറൂറത്തി ഷഅർ ഫഹു തബീനി, അതുകൊണ്ട് എൻ്റെ വിശദീകരണം നീ സ്വീകരിക്കുക. തബീൻ, ബയ്യന യുബയ്യിനു തബീൻ, തബീനി, എൻ്റെ വിശദീകരണം ഹുദ്, നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം ആ 4 അഹ്കാമുകൾ പറയാണ്. ഫൽ അവ്വലുൽ ഇൽഹാറു ഖബ്ല അഹ്റുഫി ലിൽ ഹൽക്കി സിത്തിൻ റുത്തിബത് ഫൽ തഅരിഫി. അതിൽ ഒന്നാമത്തേത് ഇൽഹാറാണ്. ഖബ്ല അഹ്റുഫി ലിൽ ഹൽക്കി, ഹൽക്കിൻ്റെ ഹർഫുകൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ അത് ഇൽഹാറാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. സിത്തിൻ, ചില റിപ്പോർട്ടിൽ സിത്തിൻ എന്നുണ്ട്, ചില റിപ്പോർട്ടിൽ സിത്തുൻ എന്നുണ്ട്. സിത്തിൻ എന്നാണെങ്കിൽ അഹ്റുഫിൻ്റെ ബദലാണ്.
സിത്തുൻ ആണെങ്കിൽ കളയപ്പെട്ട മുബത്തദയുടെ ഖബറാണ്. വഹിയ സിത്തത്തുൻ, അവിടെ സിത്തത്തുൻ എന്ന് പറയണം അല്ലെ, അതും അർബ പോലെയാണ്. സിത്തത്തുൻ എന്ന് പറയണം. ബൈത്തിൽ പടിയിട്ട് സിത്തത്തുൻ കളഞ്ഞിട്ട് സിത്തുൻ എന്നാക്കിയതാണ്. സിത്തിൻ ആണെങ്കിൽ കബൽ അഹ്റുഫി, അതായത് സിത്തിൻ ബദലാണ്. അപ്പൊ 6 ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6 ഈ ഹൽക്കിന്റെ അക്ഷരങ്ങൾക്ക് മുമ്പിൽ സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ സാക്കിനായ നൂനെയും തൻവീനെയും വെളിവാക്കി ഓതണം. ഇൽഹാർ, അൽഹറ യുൽഹിർ ഉൽഹാർ, വെളിവാക്കി ഓതണം. തൻവീനെ വ്യക്തമാക്കി ഓതണം, നൂനെ സാക്കിനായ നൂനെ വ്യക്തമായി ഓതണം. ഒന്നാമത്തത് ഇൽഹാറാണ് പറഞ്ഞു. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസുൻ ഫഹാഉൻ സുമ്മ ഐനുൻ ഹഉ മുഹ്മലതാനി സുമ്മ ഗൈനുൻ ഖാഉ. മുഹ്മലത്താനി എന്ന് പറഞ്ഞാൽ പുള്ളിയില്ലാത്തത്. അറബി ഭാഷക്ക് 2 പ്രയോഗങ്ങളാണ്, മുഹ്മലത്ത്, മുഅജമത്ത്. മുഅജമു എന്ന് പറഞ്ഞാൽ പുള്ളി ഉള്ളത്, പുള്ളിയില്ലാത്തതിന് മുഹ്മൽ എന്ന് പറയും. മുഹ്മലത്താനി. ഐനുൻ ഹൈനും പുള്ളി ഉണ്ടാ ഇല്ല. അപ്പം എന്താ പറയും? അൽ ഐനുൽ മുഹ്മല, പുള്ളിയില്ലാത്ത ഐന്. അൽ ഹാഉൽ മുഹ്മല, പുള്ളിയില്ലാത്ത ഐന് എന്ന് പറയും. ഗൈനിനോ അൽ ഗൈനുൽ മുഅജമ, പുള്ളിയുള്ള ഗൈന് എന്നാ പറയാ. ഏതൊക്കെയാണ്? ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖ. ഈ 6 ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. ഇതിന്റെ ഹൽക്ക്, ഇതിന്റെ മഖ്റജ് എവിടെയാണ്? ഹൽക്കാണ്. 5 മഖ്റജല്ലുള്ളത്. ഏതെല്ലാണ്? ജൗഫ്, ഹൽക്ക്, ലിസാന്, ഷഫത്താൻ, ഖൈഷൂം അല്ലേ? ജൗഫിന്റെ ഹർഫുകൾ ഏതൊക്കെയാ? 3 അലിഫ് മദ്ദിന്റെ ഹർഫുകൾ. ഹൽക്കിൻ്റെത് ഈ 6. ഹൽക്കിന് 3 മഖ്റജാണുള്ളത് ഹൽക്കിൽ തന്നെ അല്ലേ? തൊണ്ടടി, നടു, മേലെ. ലിസാനിന് 10. ഷഫത്താനിക്ക് എത്ര? 1, 2. ഖൈഷൂം 1. അങ്ങനെ ടോട്ടൽ എത്ര മഖ്റജ് ഉണ്ട്? മഖാരിജുൽ ഹുറൂഫി 17, 17 മഖ്റജുകളുണ്ട്. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതിൽ നമ്മൾ സംസാരിച്ചിട്ട് സമയം കളയുണ്ട്. ഇപ്പം എൻ ഔന, എൻ ഔന, മൻ ആമന, മൻ ആമന, സാക്കിനാണ് മൻ, ഹംസ വന്നപ്പോ ആമന. അത് മൻ അമീല, അൻ അംത. രണ്ടാമത്തത് വസാനി ഇദ്ഗാമുൻ ബിസിത്തത്തിൻ അതത് ഫി യർമുലൂന ഇൻദഹും ഖദ് സബതത്. രണ്ടാമത്തെ എന്താണ്? ഇദ്ഗാമാണ്. ബിസിത്തത്തിൻ അതത്, 6 കൊണ്ടുവന്ന ഇദ്ഗാമാണ്. ബിസിത്തത്തിൻ അതത് എന്നുള്ള ജുംല ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ നാഅത്തുൻ, ഇദ്ഗാമിന്റെ. ഫി യർമുലൂന, യർമുലൂന എന്നുള്ളത് 6 അക്ഷരങ്ങളാണ്. യർമുലൂന 6 അക്ഷരങ്ങൾ. ചില റിപ്പോർട്ടിൽ യർമലൂന എന്നുള്ളത്, അധിക പണ്ഡിതന്മാരും യർമുലൂന എന്നാണ് തഹ്ഖീഖ് ചെയ്യുന്നത്. ഫി യർമുലൂന. ചില റിപ്പോർട്ടിലൊക്കെ യർമലൂന എന്നുണ്ട്. ഇൻദഹും ഖദ് സബതത്, ഇൻദഹും അവർക്കിടയിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? ആരെടുക്കൽ? ഇൻദഹും, ഇന്ദ ഉലമായി അത്തജ്വീദ്, തജ്വീദിന്റെ പണ്ഡിതന്മാർക്ക് സ്ഥിരപ്പെട്ട 6 ഹർഫുകളാണ് യർമുലൂന. അതിൽ ലകിന്നഹ ഖിസ്മാനി ഖിസ്മു യുദ്ഗമ ഫീഹി ബിഗുന്നതിൻ ബിയൻമു ഉലിമ. ഇദ്ഗാം 2 വിധമാണ്. അപ്പൊ 5 അല്ലേ? ആദ്യം പറഞ്ഞ അർബഉ അഹ്കാം എന്നല്ലേ? അപ്പൊ ഇദ്ഗാം 2 ആക്കുമ്പോൾ 5 ഒന്നാമത്തെ ഇദ്ഗാം ഏതാണ്? ഖിസ്മുൻ യുദ്ഗമ ഫീഹി ബിഗുന്ന, ഇദ്ഗാമുൻ ബിഗുന്ന. അദ്ഗമ യുദ്ഗിം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ അദ്ഖല യുദ്ഖിലു ഇദ്ഖാൽ, പ്രവേശിപ്പിക്കുക. സാക്കിനായ നൂനിനെ ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിലേക്ക്, അല്ലെങ്കിൽ തൻവീനെ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾക്ക് പ്രവേശിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം ചെയ്യുന്ന പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിപ്പിക്കുക. അതായത് ആ അക്ഷരത്തെ വിഴുങ്ങുക, നൂനിനെയും തൻവീനെയും തിന്നുകളെ ശേഷമുള്ളതിലേക്ക് പ്രവേശിപ്പിക്കുക, ഇദ്ഖാൽ ചെയ്യുക. അതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയാം. അതെന്തിലാണ്? ബി എൻമു, എൻമു കൊണ്ടാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. എൻമു 4 അക്ഷരങ്ങൾ. എൻ മു, യാ, നൂൻ, മീം, വാവ്. ഈ 4 ഇദ്ഗാമുൻ ബിഗുന്നയുടെ അത് ഉലിമ അറിയപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നൂന് ഫമയ്യഅമൽ, മയ്യഅമൽ
അതൊക്കെ ഓത്തിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് തജ്വീദിന് നിയമം പഠിക്കൽ വേറെ, ആ നിയമം പഠിച്ചതിന് ശേഷം ഓതാൻ പഠിക്കൽ വേറെ. അത് ഇത് രണ്ടും വേറെ വേറെയാണ്. തജ്വീദ് നിയമം പഠിച്ചത് കൊണ്ട് ഓതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില നിയമങ്ങൾ കൃത്യമായിട്ട് പറയും, പക്ഷെ ഓതാൻ സാധിച്ചോളണമെന്നില്ല. അത് ഉസ്താദിൻ്റെ കീഴിലിരുന്ന് ഓതിയിട്ട് തന്നെ പഠിക്കണം. മയ്യഅമൽ മിൻ നിഅമത്തിൻ മിമ്മാൽ മിവാൽ ഇതൊക്കെ എൻ്റെ ഹർഫുകൾ. ഇല്ല ഇദാ കാന ബികിൽമത്തിൻ ഫല തുദ്ഗിം കദുന്യ സുമ്മ സിൻവാനിൻ തല. എന്നാൽ ഈ എൻമു എന്ന അക്ഷരം, എൻമു എന്ന 4 അക്ഷരം ഒറ്റ കലിമത്തിലാണ് വരുന്നത് എങ്കിൽ, സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഈ എൻമു എന്ന് പറയുന്ന അക്ഷരം ഒറ്റ കലിമത്തിലാണ് വരുന്നത് എങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യൂല. ഇദ്ഗാമുൻ ബിഗുന്നയുടെയും ഇദ്ഗാമുൻ ബിലാഗുന്നയുടെയും പ്രത്യേകത എപ്പോഴും അത് 2 കലിമത്തിലായിരിക്കും. ഒറ്റ കലിമത്തിൽ അത് വരികയില്ല. എന്താ ഏതാ ഉദാഹരണം? കദുന്യ, ദുന്യ പോലെ. ദുൻ യാ, നൂന് ശേഷം തോന്നുന്നു യാ വന്നു, സാക്കിനായ നൂന് ശേഷം യാ വന്നു, ദുന്യ അതോ ഒതുല. അപ്പൊ തെറ്റും. എന്താ തെറ്റുക? ഇത് സാക്കിനായ നൂനെ ഇദ്ഗാം ചെയ്തതാണെന്നും അറിയില്ല, സാക്കിനായ യായിനെ ഹർക്കത്തുള്ള യായിലേക്ക് ഇദ്ഗാം ചെയ്തതാണെന്നും അറിയില്ല. സാക്കിനായ ഒരേ അക്ഷരം 2 പ്രാവശ്യം ഒന്നുകിൽ ആദ്യത്തേത് സുക്കൂനാവുകയും രണ്ടാമത്തേത് ഹർക്കത്തുള്ള ഇദ്ഗാം ചെയ്യൂലേ? മദ അങ്ങനെ ഇദ്ഗാം ചെയ്യാ മദ്ദ. അപ്പോൾ ദുയ്യ എന്ന് വെച്ചാൽ എന്ത് വായിക്കും? ദുയ്യ ദുയ്യയാക്കി എന്ന് വിചാരിക്കും, തെറ്റിദ്ധരിക്കും. ദുന്യാണ് എന്ന് തിരിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഇദ്ഗാം ചെയ്യൂല. ദുന്യ ഖുർആനിൽ വന്ന ഒരു പ്രയോഗമാണ് ദുന്യ. ആതിന ഫിദ്ദുന്യ അല്ലെ, റബ്ബന ആതിന ഫിദ്ദുന്യ, ഫിദ്ദുന്യ ദുന്യ. സുമ്മ സിൻവാനിൻ, സിൻവാനുൻ ഗൈറു സിൻവാൻ അല്ലേ ഖുർആനിൽ വന്നത്? സിൻവാൻ എന്താണ്? നൂന് ശേഷം തോന്നുന്നു വാവ് വന്നു, സാക്കിനായ നൂന് ശേഷം വാവ് വന്നു. സിവാൻ എന്ന് ഓതൂല, സിൻവാൻ. അതേപോലെ ഖുർആനിൽ വന്ന മറ്റൊരു പ്രയോഗമാണ് ഖിൻവാൻ. മറ്റൊന്ന് ബുന്യാൻ. ഖുർആനിൽ 4 കലിമത്തുകളാണ് വന്നിട്ടുള്ളത്: ദുന്യ, സിൻവാൻ, ഖിൻവാൻ, ബുന്യാൻ. അറബി ഭാഷയിൽ 5 എണ്ണമാണ് ഉള്ളത് ടോട്ടല്. ഇത് ഒന്ന്, അഞ്ചാമത്തേതാ ഉൻവാൻ. സിൻവാൻ, ബുന്യാൻ, ഖിൻവാൻ, ദുന്യ, ഉൻവാൻ. 4 എണ്ണം ഖുർആനിൽ വന്നതാണ്. തജ്വീദിന്റെ നിയമം പഠിക്കുമ്പോൾ ഖുർആന്റെ നിയമം ആയതുകൊണ്ട് ഉൻവാൻ പണ്ഡിതന്മാർ പറയാറില്ല. ഇത് 4ഉം ഇദ്ഗാം ചെയ്യൂല. ഇതിന് പറയുന്ന പേര് അൽ ഇൽഹാറുൽ മുത്ലഖ് എന്നാണ്. അൽ ഇൽഹാറുൽ മുത്ലഖ്. ഇൽഹാർ ചെയ്യേണ്ടത് ദുന്യ, സിൻവാൻ, ഖിൻവാൻ, അൽ ഇൽഹാറുൽ മുത്ലഖ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇൽഹാർ മുത്ലഖ് എന്ന് പേര് വരാൻ കാരണം? ഇത് ഒന്ന് ലിൽ ഹൽക്കിന്റെ ഇൽഹാറല്ല, ഒന്ന് നമ്മൾ പഠിച്ചു പറഞ്ഞില്ലേ ഫൽ അവ്വലുൽ ഇൽഹാറു. ആ ഇൽഹാർ എന്താ പറയാ? അൽ ഇൽഹാറുൽ ഹൽഖി. ഹൽക്കിന്റെ അക്ഷരങ്ങളായ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂൻ തൻവീൻ വരുന്നത് കൊണ്ട് അൽ ഇൽഹാറുൽ ഹൽക്കി എന്ന് പറയും. ഇതിനെന്താ പറയുക? സിൻവാൻ, ദുന്യ, ബുന്യൻ, അൽ ഇൽഹാറുൽ മുത്ലഖ്. ഇൽഹാർ 5 തരത്തിലാണ്: അൽ ഇൽഹാറുൽ ഹൽക്കി, അൽ ഇൽഹാറു അൽ മുത്ലഖ്, അൽ ഇൽഹാറു ഷഫവി, അൽ ഇൽഹാറുൽ ഖമരി, ഇൽഹാറു റിവായ. ഇൽഹാറു അൽ ഹൽക്കി എന്നുള്ളത് ഫൽ അവ്വലുൽ ഇൽഹാറു നമ്മൾ പഠിച്ചത്. ഇൽഹാറു റിവായ എന്ന് പറഞ്ഞാൽ അവിടെ ഇൽഹാർ അല്ല വേണ്ടത്, ഇദ്ഗാമാണ് വേണ്ടത്. പക്ഷെ ഖിറാഅത്ത് വന്നത് അങ്ങനെയാണ്, റിപ്പോർട്ട് അങ്ങനെയാണ്. ഹഫ്സിന്റെ റിവായത്ത് ഇന്നമുസ്ത പറഞ്ഞില്ലേ, നമ്മൾ ആരുടെ ഖിറാഅത്താണ് ഓതുന്നത്? ആസിമിന്റെ ഖിറാഅത്ത്. ഹഫ്സിന്റെ ഖിറാഅത്ത് എന്ന് പറയില്ല. 3 രീതിയാണുള്ളത്: ഖിറാഅത്തു ആസിം, റിവായത്തു ഹഫ്സ്, ത്വരീഖത്തു അശ്ശാതിബിയ്യ, അല്ലെങ്കിൽ ത്വരീഖത്തു ത്വയ്യിബത്തു നശർ, അല്ലെങ്കിൽ ത്വരീഖത്തു ദുർറ. 3 ഖിറാഅത്ത്, റിവായത്ത്, ത്വരീഖത്ത്. ഇമാം ആസിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖിറാഅത്താണ് നമ്മൾ പഠിക്കുന്നത്. ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി അൽ അസദി, ഹിജ്റ 127 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തു ആസിം എന്നാ പറയാ. അദ്ദേഹമാണ് ഖാരി. അതായത് ഇമാം അബു അംറദ്ദാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബ് തൈസീർ ഫി അൽ ഖിറാഅത്തി സബ, 7 ഖിറാഅത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന തൈസീർ എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ 7 കാരികളെയും ആ കാരികളുടെ
14 റാവിമാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും ഖിറാഅത്ത് സഹാബാക്കൾ പഠിച്ചു, സഹാബാക്കളിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചു, താബിഈങ്ങളിൽ തബൂ താബിഈ, അങ്ങനെയുള്ള ഖിറാഅത്ത് പഠിച്ചു വരുന്നത്. അതിൻ്റെ സനദാണ് മുസ്തഫയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ചില ഇമാമുമാരുടെ അടുക്കൽ ഈ ഖിറാഅത്ത് എത്തി, അവരവിടുത്തെ ഖിറാഅത്തിൻ്റെ ഇമാമായി മാറി. അങ്ങനെ ആ ഇമാമിലേക്ക് ചേർത്തിട്ടാണ് ഖിറാഅത്ത് പറയുന്നത്. ഇപ്പം ആസിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഈ ഖിറാഅത്ത് കിട്ടുന്നത് 2 പേരിൽ നിന്നുമാണ്, പ്രധാനമായി 2 പേരിൽ നിന്നാണ്. ഒന്ന് അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അബു അബ്ദുറഹ്മാൻ അസ്സുലമിയിൽ നിന്നും സിർ ബിൻ ഹുബൈഷ്. ഈ 2 പേരും ഇമാം ആസിമിൻ്റെ ഉസ്താദുമാരാണ്, താബിഈങ്ങളാണ്. അബു അബ്ദുറഹ്മാൻ അസ്സുലമിക്ക് ഇത് കിട്ടുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും. അപ്പോൾ ഒരു സനദ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു തആല അൻഹു, അബു അബ്ദുറഹ്മാൻ അസ്സുലമി, ആസിം, ആസിമിൽ നിന്നും ഹഫ്സ് ബിൻ സുലൈമാൻ. മറ്റൊരു റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്നും സിർ ബിൻ ഹുബൈഷ്, സിർ ബിൻ ഹുബൈഷിൽ നിന്നും ശുഅബ. ഇമാം ആസിമിന്റെ 2 ശിഷ്യന്മാരാണ് ഹഫ്സും ശുഅബയും. അപ്പോൾ ഈ ഇമാമുമാരിലേക്ക് ചേർത്തിയിട്ടാണ് ഖിറാഅത്ത് പറയുക. അപ്പം തൈസീറിൽ അബൂ അംർ അദ്ദാനി റഹ്മത്തുള്ളാഹി അലൈഹി 7 ഖുറാകളെ സ്ഥിരപ്പെടുത്തി. ആ 7 ഖുറാകൾക്ക് ഓരോരുത്തർക്കും ഈ 2 റാവിമാരെയും നിശ്ചയിച്ചു. 7 ഖുറാകൾ ആരൊക്കെയാണ്? നാഫിഅ് അൽ മദനി, ഇബ്നു കസീർ അൽ മക്കി, ആസിം അൽ കൂഫി, ഹംസ അൽ കൂഫി, അൽ കിസായി അൽ കൂഫി, അബു അംർ അൽ ബസരി, അബ്ദുല്ലാഹി ഇബ്നു ആമിർ അദ്ദിമഷ്കി, ഇബ്നു ആമിർ അഷാമി എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലെ നമസ്തേ അല്ലേ? ഇബ്നു ആമിർ അഷാമി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങൾക്കും ഈ 2 റാവിമാരെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന് തൈസീർ എന്ന കിതാബിൽ. ആര്? അബു അംർ അദ്ദാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 444 മരണപ്പെട്ട പണ്ഡിതനാണ്. ഇൻഷാ അല്ലാഹ് ഖിറാഅത്തൊക്കെ ഉസ്താദ് പഠിക്കണം. ആ 2 റാവിമാരിൽ ആസിമിന്റെ 2 റാവിമാരാണ് ഹഫ്സും ശുഅബയും, റാവിമാരാണ് അവർ. അപ്പം ഹഫ്സിലേക്ക് ചേർത്തി പറയുമ്പോൾ എന്താ പറയേണ്ടത്? റിവായത്ത്. ഖുറാകൾ 7 പേർ, അപ്പോൾ ഖിറാഅത്ത് അവരിലേക്ക് ചേർത്തണം. ഖിറാഅത്തു ആസിം, റിവായത്തു ഹഫ്സ്. ഹഫ്സിൽ നിന്ന്, അതായത് ആസിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ നിന്നും ആരെല്ലാം ഖിറാഅത്ത് ഉദ്ധരിച്ചോ അവരുടെയൊക്കെ ഉദ്ധരിക്കുന്ന എന്താ പറയാ? ത്വരീഖത്ത് എന്ന് പറയാം. അതാരാവട്ടെ, ഹഫ്സിന്റെ ശിഷ്യനാവട്ടെ, ശിഷ്യന്റെ ശിഷ്യനാവട്ടെ, ആരും ആവട്ടെ, ഹഫ്സിന് ശേഷം ഹഫ്സിന്റെ റിവായത്തിനെ റിപ്പോർട്ട് ചെയ്യുന്നതിനെല്ലാം എന്താ പറയാ? ത്വരീഖത്ത് എന്ന് പറയാ. അത് ഒന്നാണ് ത്വരീഖത്തു ഷാത്തിബിയ്യ. ഇന്ന മുസ്തഫ പറഞ്ഞല്ലോ ത്വരീഖത്തു ഷാത്തിബിയ്യ. ഇമാം അബുൽ ഖാസിം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം അബു അംർ അദ്ദാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അത്തൈസീർ ഫിൽ ഖിറാഅത്തി സബ്അ എന്ന ഗ്രന്ഥത്തെ കവിതയാക്കിയതാണ് ഷാത്തിബിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1173 ബൈത്തുണ്ട് ഷാത്തിബിയ്യയിൽ. ബഹ്ർ ത്വവീലാണ്. 1173 ബൈത്തിലായിട്ട് അത്തൈസീറിനെ എന്ത് ചെയ്തു? ബൈത്താക്കി. ആ ബൈത്താണ് ത്വരീഖത്തു ഷാത്തിബിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ത്വരീഖത്ത് ഇതാണ്. സാധാരണക്കാർക്ക് ഒറ്റ ത്വരീഖേ ഉള്ളൂ. ഇമാം ഷാത്തിബിക്ക് ഒറ്റ ത്വരീഖേ ഉള്ളൂ. ആര് വഴി? തൈസീർ വഴി, അബൂ അംർ അദ്ദാനി വഴി. അതേപോലെ തന്നെ മറ്റൊരു ത്വരീഖത്താണ് ത്വയ്യിബത്തു നശർ ഫിൽ ഖിറാഅത്തിൽ ആശർ എന്ന് പറയുന്ന ഇമാം മുഹമ്മദ് ഇബ്നു അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ജസരി ഇല്ലേ, അദ്ദേഹത്തിന്റെ കിതാബിന്റെ മുസന്നിഫ് ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കിതാബാണ് ത്വയ്യിബത്തു നശർ ഫി അൽ ഖിറാഅത്തിൽ ആശർ. അത് ത്വരീഖാണ്. അത് അദ്ദേഹത്തിന് 980 ത്വരീഖയുണ്ട്. 980 ത്വരീഖിലൂടെയാണ് ഖിറാഅത്ത് ഉദ്ധരിക്കുന്നത് അദ്ദേഹം. അതിൽ ഹഫ്സിൻ്റെതായിട്ട് തന്നെ 52 ത്വരീഖുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം മുത്തഖസ്സിസുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സാധാരണക്കാർക്ക് ത്വരീഖത്ത് ഷാത്തിബിയാണ്, ഒറ്റ ത്വരീഖുള്ളൂ, അബൂ അംർ അദ്ദാനി വഴി. ത്വയ്യിബത്തു നശറിൽ 980, അതിൽ 52 തന്നെ ആരുതുണ്ട്? റിവായത്ത് ഹഫ്സ് ഉണ്ട്. ഇതാണ് ത്വരീഖത്ത് എന്ന് പറയാ. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അത്തൈസീർ എന്ന ഗ്രന്ഥത്തെ കവിതയാക്കി അത് ഫേമസ് ആയി.
ഹിർസുൽ അമാനി വ വജ്ഹു അത്തഹാനി ഫി അൽ ഖിറാഅത്തി അസ്സബ. ഇതാണ് കിതാബിന്റെ പേര്, ഹിർസുൽ അമാനി വ വജ്ഹു തഹാനി. പക്ഷെ അത് അറിയപ്പെട്ടത് ത്വരീഖത്തു ഷാത്തിബിയ എന്ന പേരിലാണ്. ഇന്ന മുസ്തദൊക്കെ അത് ഹിഫ്ളാക്കുന്നുണ്ട്, ഒക്കെ തൈബ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് ആണ്, അത് ഫേമസ് ആയ തരീഖ്. അപ്പം എന്ത് പറയാൻ പാടില്ല? ഖിറാഅത്ത് ഹബ്സ് എന്ന് പറയാൻ പാടില്ല. അതിന് പറഞ്ഞത് പിന്നെ എന്താ പറയേണ്ടത്? റിവായത്തു ഹബ്സ്, ഖിറാഅത്തു ആസിം, ത്വരീഖത്ത് ഷാത്തിബിയ അല്ലെങ്കിൽ ത്വരീഖത്തു ത്വയ്യിബത്തു നശർ അല്ലെങ്കിൽ ത്വരീഖത്തു അദ്ദുറ. അദ്ദുറത്തുൽ മുലിയ എന്ന ഗ്രന്ഥം ഉണ്ടാക്കി ഇബ്നുൽ ജസരിക്ക് തന്നെ. അദ്ദുറത്തുൽ മുലിയ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷാത്തിബിയയിൽ 7 ഖിറാഅത്തിലാണ് കൊടുത്തത്. ആ 7 ഖിറാഅത്തിന് 10 കാര്യങ്ങളുണ്ടല്ല, ആ 3 കൂടി ചേർത്തതാണ് അദ്ദുറ. 7 പൂർത്തിയാക്കി 10ആക്കി. അദ്ദുറ ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹിയുടെ 3 കാര്യങ്ങളുടേതാണ്. ആ 3 കാര്യങ്ങളൊക്കെയാണ്: ഒന്ന് അബൂ ഇസ്ഹാഖ് അൽ മദനി, രണ്ടാമത്തത് യാക്കൂബ് അൽ ഹൽറമി, മൂന്നാമത്തത് ഖലഫ് അൽ കൂഫി. ഈ 3 കാര്യങ്ങളുടെ ഖിറാഅത്താണ് എന്തിലുള്ളത്? ദുറയിലുള്ളത്. അപ്പോൾ ഷാത്തിബിയയും ദുറയും പഠിച്ചാൽ 10 ഖിറാഅത്ത് പഠിച്ചു. എന്താ പറഞ്ഞ നമ്മള്? ഇൽഹാറു റിവായ, അഞ്ചാമത്തത് ഇൽഹാറു റിവായ. അപ്പൊ ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി ആസിമിൽ നിന്നും റിവായത്ത് ചെയ്തത് അങ്ങനെയാണ്. അവിടെ പിന്നെ കായിദക്ക് പ്രസക്തിയില്ല, റിവായത്ത് അങ്ങനെയാണ്. ഉദാഹരണത്തിന് യാസീൻ വൽ ഖുർആൻ, സീൻ സാക്കിന നൂൻ അല്ലേ, സാക്കിന നൂന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അപ്പൊ യാസീൻ നമ്മൾ തോന്നുന്നത് എങ്ങനെയാണ്? യാസീൻ വൽ ഖുർആൻ. ചില പണ്ഡിതന്മാർ ഇതിനെ ഇൽഹാറുൻ മുത്ലഖ് എന്ന് പേരിട്ടിട്ടുണ്ട്. അധിക പണ്ഡിതന്മാർ മുഹക്കിക്കിൽ പറയുന്നത് ഇൽഹാർ മുത്ലഖ് എന്ന് പറയരുത്, അത് സിൻവാനും കിൻവാനുമാണ്. ഇത് ഇൽഹാർ റിവായാണ്, റിവായത്തിൽ ഇൽഹാറാണ്. ചെയ്യേണ്ടത് എന്താണ്? ഇദ്ഗാമാണ് അല്ലെ. സാക്കിന നൂന് ശേഷം വാവ് വന്നു, അപ്പോൾ ഇദ്ഗാം ബിഗുന്യ ചെയ്യേണ്ടത്. ഈ 2 സ്ഥലങ്ങളിൽ യാസീനും നൂനും അതെന്ത് ചെയ്യാറില്ല? നമ്മൾ ഇദ്ഗാം ചെയ്യാറില്ല. എന്തുകൊണ്ട്? ഹബ്സിന്റെ റിവായത്ത് അങ്ങനെയാണ്. അതാണ് ഇൽഹാറു റിവായ എന്ന് പറയുന്നത്. അപ്പൊ 5 തരം ഇൽഹാറുകൾ: അൽ ഇൽഹാറുൽ ഹൽക്കി, അൽ ഇൽഹാറുൽ മുത്ലഖ്, അൽ ഇൽഹാറു ഷഫവി, അൽ ഇൽഹാറു അൽ ഖമരി, ഇൽഹാറു റിവായ. അപ്പൊ ഇദ്ഗാമും ബിഗുന്ന കഴിഞ്ഞ് അടുത്തത് വസ്സാനി ഇദ്ഗാമും ബിഗൈരി ഗുന്ന ഫിൽ ലാമി വറാ സുമ്മ ഖരീറന്ന. ഇദ്ഗാം 2 ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, 2 ഇദ്ഗാമുൻ ബിലാ ഗുന്ന. എപ്പോഴാണ് ബിലാ ഗുന്ന? ഗുന്ന ഉണ്ടാകാൻ പാടില്ല, ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാമുൻ ബിലാ ഗുന്ന, സാക്കിനായ നൂനെയോ തൻവീനെയോ ശേഷമുള്ള അർഫിലേക്ക് ഇദ്ഖാൽ ചെയ്യണം, പക്ഷേ ഗുന്നത്ത് ഉണ്ടാകാൻ പാടില്ല. ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക, 2 ഹർക്കത്ത് മണിക്കുന്നതിനാണ് ഗുന്ന എന്ന് പറയുക. ഹൈഷൂമിൻ്റെ നിന്ന് അതിൻ്റെ മഖ്റജ്, ഗുന്നിൻ്റെ മഖ്റജ് ഏതാണ്? ഹൈഷൂമാണ്. തെരിമൂക്കിൽ നിന്നുമാണ് അവര് ഗുന്ന, മണിക്കൽ, മലയാളത്തിൽ മണിക്കൽ എന്ന് പറയും. മണിക്കലില്ലാതെ സാക്കിനായ നൂനെയും തൻവീനെയും ശേഷമുള്ള ഹർഫിലേക്ക് ഇദ്ഖാൽ ചെയ്യുക, ഇദ്ഗാം ചെയ്യുക. അതാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന. അതേതിലാണ്? ഫിൽ ലാമി വർറ, ലാമിലും ഇർമുലൂനയിലെ ലാമിലും റായിലുമാണത്. സാക്കിനായ നൂന് തൻവീന് ശേഷം ലാമോ റാവു വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാമുൻ ബിലാ ഗുന്ന, മണിക്കാൻ പാടില്ല. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം എന്ന് പറയോ? ഇല്ല, മിർ റബ്ബിഹിം. മില്ലദുൻ, അതായത് ലാമിന് ശദ്ദിട, നൂനെ കളയ. ഇപ്പം മിൻ ലദുൻ അല്ലേ, നൂനെ കട്ട് ചെയ്യുക, എൻ്റെ മീമിന് എന്താ ചെയ്യുക? ലാമിലേക്ക് ചേർക്കുക. എന്തായി? മില്ലദുൻ. മിൻ റബ്ബിഹിം എന്നല്ലേ, മീനെ കളയ, നൂനെ കളയ, എൻ്റെ മീമിനെ റാക്കിട, മിർ റബ്ബിഹിം. അതാണ് ഇദ്ഗാമുൻ ബിലാഗുന്ന. ഒരു സ്ഥലത്ത് മാത്രം ഇദ്ഗാമുൻ ബിലാഗുന്ന ചെയ്യൂല ഹഫ്സിന്റെ റിവായത്തിൽ. എവിടെയാണത്? വഖീല മൻ റാഖ്, സാക്കിന നൂന് ശേഷം റാ വന്നില്ലേ, മൻ റാഖ്. അവിടെ സഖ്ത് വാജിബാണ്. സഖ്ത് എന്ന് പറഞ്ഞാൽ സ്റ്റക്കാല്, ഒത്ത് സ്റ്റക്കാല്. കൂട്ടി ഓതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ സ്റ്റക്കാക്കുന്നതിനാണ് സഖ്ത് എന്ന് പറയാ.
സ്റ്റോപ്പാക്കുന്നതിനല്ല, അതിന് വഖഫ് എന്ന് പറയാ. സ്റ്റോപ്പാക്കൽ വേറെ, സ്റ്റക്കാക്കൽ വേറെ. ഞാൻ എൻ്റെ പ്രയോഗം തിരിയാൻ വേണ്ടി പറയാണ്. സക്ത് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റക്കാക്കുക, ഓത്തിനെ സ്റ്റക്കാക്കുക. വഖഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആക്കുക, അവിടെ നിർത്തുക. സക്ത് ചേർത്തോനാ ഉദ്ദേശിക്കുന്ന ആൾ ചേർത്തോന്നതിന് മുമ്പായിട്ടവിടെ ഒരു സ്റ്റക്കാല്. വക്കീല മൻ സ്റ്റക്കായി, മൻ എല്ലാം അടങ്ങി. മൻ റാഖ്, മൻ സക്തായ. വായു കൂട്ടിയാൽ ശക്തിയല്ല, വഖഫായി. വായു കൂട്ടാൻ പാടില്ല, അവിടെ സ്റ്റക്കാവണം. വക്കീല മൻ റാഖ്. നമ്മൾ എങ്ങനെയുള്ളത് അവിടെ നിൽക്കണം. ഇപ്പൊ നിസ്കരിക്കുമ്പോ ഓതാണ് വക്കീല മൻ, ചുണ്ടോക്കിയ അങ്ങനെണ്ടാ ഇല്ല, കീലമൻ റാഖ്. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്ത വാജിബായിട്ടുള്ളത് ഹഫ്സിന്റെ റിവായത്തിൽ. ഒന്ന് ഇത് വക്കീലമൻ റാഖ്, മറ്റൊന്ന് സൂറത്ത് കഹ്ഫിൽ 1-ാമത്തെ ആയത്ത്. ഏതാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. ഇവജൻ നോദോ ഓദൂല, ഇവജാ ബൈ കൂട്ടിയാലോ വഖഫായി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. അതായത് വസിൽ ചെയ്ത് ഉദ്ദേശിക്കും, വസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സക്ത വാജിബാണ്. വസിൽ ചെയ്യുന്ന പറഞ്ഞാൽ ചേർത്തി ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവജൻ ഖയ്യിമൻ ഓതൂല. ഒരാൾ കൂട്ടി ഒന്നും തീരുമാനിച്ച് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയുൻദിറ ഓതൂല. വസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ സക്ത നിർബന്ധമായും ചെയ്യണം. ചേർത്തി ഓതാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇവജൻ ഖയ്യിമൻ ഓതൂല, തെറ്റാണ്. അവിടെ വാജിബാണ് സക്ത്. ഒന്നുകിൽ വഖഫ് അല്ലെങ്കിൽ സക്ത്. വഖഫ് എങ്ങനെയാണ്? ഇവജാ കൈകൂട്ടി. സക്ത് എന്താണ്? ഇവജാ ഖയ്യിമൻ ലിയുൻദിറ, അതാണ് സക്ത്. രണ്ടാമത്തേത് സൂറത്ത് യാസീനിലെ ഖാലൂ യാ വൈലനാ, അത് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മർഖദിനാ ബൈ കൂട്ടിയാൽ വഖഫായി. വസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളവിടെ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ ഓതാൻ പാടില്ല, അവിടെ സക്ത് വാജിബാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മിൻ മർഖദിനാ സ്റ്റക്കായി, ഹാദാ മാ വഅദർ റഹ്മാൻ. മൂന്നാമത്തേത് സൂറത്തുൽ മുത്തഫിഫിനിലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അല്ലേ? കല്ലാ ബൽ റാന, ബൽ റാന. ഇങ്ങനെ ഓതേണ്ടത് കല്ലാ ബൽ റാന അങ്ങനെ ഓതാൻ പാടില്ല. കല്ലാ ബൽ അടച്ചക്കണം, അതാണ് സക്ത് എന്ന് പറയാ. ബൽ ഒന്നും അനങ്ങുന്നില്ല, ശരീരം വായും ചുണ്ടൊന്നും അനങ്ങുന്നില്ല. റാന അലാ ഖുലൂബിഹിം. ഈ 4 സ്ഥലങ്ങളിൽ സക്ത് വാജിബാണ്. അടുത്ത ഏതാണ്? മൂന്നാമത്തേത് ഇഖ്ലാബാണ്. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ, സാക്കിനായ നൂനോ തൻവീനോ ഇല്ല, അതവിടെ മീമാണ്. ബിഗുന്നത്തിൻ, ഗുന്ന വേണം, മണിക്കണം. ഗുന്ന പറഞ്ഞില്ലേ, ഹൈഷൂമിൽ നിന്നും ആ മണിക്കൽ ശബ്ദം വരണം. മറച്ചു ഉച്ചരിക്കണം. അൽ അംബിയ, അംബിയ, അൻബിയ അല്ല, അംബിയ. നൂനെന്തായി മാറി അവിടെ മീമായി മറിഞ്ഞു, കൽബ് ചെയ്തു, ആണ് ഇഖ്ലാബ്. നൂനിനെ മീമാക്കി മറിച്ചു. സമീഉൻ ബസീർ, സമീഉൻ ബസീർ എന്ന് തോന്നുന്നു. പിന്നെ സമീഉൻ ബസീർ, തൻവീൻ എന്തായി അവിടെ മീമായി മറിഞ്ഞു, അതാണ് ഇഖ്ലാബ്. നാലാമത്തേത് والرابع الإخفاء عند الفاضل من الحروف واجب للفاضل. നാലാമത്തേത് ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഇൻദൽ ഫാദിലി മിനൽ ഹുറൂഫി, ഹർഫുകളിൽ നിന്നും ബാക്കിയുള്ളതിൻ്റെ അടുക്കൽ. ഇപ്പം എത്ര ഹർഫ് പറഞ്ഞു? ഇൽഹാറിൻ്റെ 6 പറഞ്ഞു, ഇദ്ഗാമിൻ്റെ 6 പറഞ്ഞു, 12. ഇഖ്ലാബിൻ്റെ
1 13 അല്ലേ? ബാക്കി എത്രയുണ്ട്? 15. ആ 15 ഹർഫുകൾ ഇഖ്ഫായിന്റെ ഹർഫുകളാണ്. അത് ഇന്ദൽ ഫാദിലി എന്ന് പറഞ്ഞാൽ, ഫാദിലി എന്ന് പറഞ്ഞാൽ ഫളല യഫ്ദുലു ഫളൻ ഐ ബഖിയ യബ്ഖ ബഖാഅൻ. ഇന്ദൽ ഫാദിലി മിനൽ ഹുറൂഫി, ഹുറൂഫിൽ നിന്നും ബാക്കിയായ, ഇന്ദൽ ബഖിയത്തി മിനൽ ഹുറൂഫി എന്നർത്ഥം. ഈ പറയപ്പെട്ട 13 ഹർഫുകൾക്ക് ശേഷം ബാക്കിയുള്ള ഹർഫുകൾ അടുക്കൽ ഇഖ്ഫാ ആണ്, മറിച്ചുച്ചരിക്കണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമും അല്ല ഇദ്ഹാറും അല്ല, അതിന്റെ ഇടയിലുള്ളതാണ് ഇഖ്ഫാ. ഇദ്ഹാറിനെ പോലെ വെളിവാക്കാനും പാടില്ല, ഇദ്ഗാമിനെ പോലെ മണിക്കാനും പാടില്ല. അതിന്റെ ഇടയിലുള്ള ഹാലാണ് ഇഖ്ഫാ. അത് 15 ഹർഫുകളാണ്. മിനൽ ഹുറൂഫി വാജിബുൻ ലിൽ ഫാദിലി. 2 ഫാദിൽ ഒന്നല്ല ഇവിടെ. ഒന്നാമത്തേത് വറാബിയുൽ ഇഖ്ഫാഉ ഇൻദൽ ഫാദിലി മിനൽ ഹുറൂഫി വാജിബുൻ ലിൽ ഫാദിലി. ആദ്യത്തെ ഫാദിൽ എന്താണ്? ഐ അൽ ബഖിയ. രണ്ടാമത്തെ ഫാദിൽ ഫളുല യഫ്ളുലു ഫളനൻ വഫുലൂലൻ. ഫളുല യഫ്ളുലു കറുബ യക്റു ബാബ്. ആദ്യത്തെ ബാബ് ഏതാണ്? നസറ ഇൻസുറു ബാബാണ്, ബാക്കിയാകുക. ഫളുല യഫ്ളുലു ബാബാണെങ്കിലോ കറുമ യക്റുമു കരീം, ഷറൂഫ യഷ്റഫു ഷരീഫ്, മാന്യന്റെ അടുക്കൽ. അതായത് ആരാണ് ഖുർആൻ തജ്വീദോട് ഓതുന്ന ആളാണ്? ഫളുള്ള ആളല്ലേ, ദുൽ ഫളിൽ, ഫളിലുള്ളവൻ. ലിൽ ഫാദിലി ഐ ലിദിൽ ഫളിലി, ഫളുടേവന് അത് വാജിബാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിഫ്ളാക്കാനും തജ്വീദോട് ഓതാനും അള്ളാഹു ഔദാര്യം നൽകിയവന്റെ മേൽ വാജിബാണ്. 2 ഫാദിലും വേറെ വേറെയാണ്. ഒന്നാമത്തെ ഫാദില് ബാക്കി എന്ന അർത്ഥത്തിലാണ്, രണ്ടാമത്തെ ഫാദില് ശ്രേഷ്ഠൻ എന്ന ഔദാര്യം കിട്ടിയവൻ എന്ന അർത്ഥത്തിലാണ്. ഒന്നാമത്തെ ഫാദിലിന്റെ ഫിയല് നസ്ര യൻസുറു ബാബാണ്, ഫളല യഫ്ളുലു ഫളൻ. രണ്ടാമത്തെ ഫാദിലിൻ്റെത് ഹസുന യഹ്സുനു ബാബാണ്, ഫളുല യഫ്ളുലു ഫളൻ വഫുലൂലൻ. ഖൈർ. ഏതാണ് 15 ഹർഫുകൾ? അതാണ് അടുത്ത വരി പറഞ്ഞത്. ഫീ ഖംസത്തിൻ മിൻ ബഅദി അശ്രിൻ റംസുഹാ ഫീ കിൽമി ഹാദൽ ബൈത്ത് ഖദ് ലമ്മൻതുഹാ സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമാ ദും തയ്യിബൻ സിദ് ഫീ തുകൻ ലഅലിമാ. ഈ ബൈത്തല്ല, ഈ ബൈത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ. ഈ ബൈത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഇഖ്ഫായിന്റെ അക്ഷരം. ഈ ബൈത്ത് മുഴുവനല്ല, ഈ ബൈത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ. ഫീ ഖംസത്തിൻ മിൻ ബഅദി അശ്രിൻ റംസുഹാ, 10 ശേഷം 5. അതിന്റെ 10 ശേഷം 5 എന്ന് പറഞ്ഞ ഫീ ഹംസത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ പോരെ? അതൊരു സൂക്ഷ്മത്തിലുള്ള പ്രയോഗമാണ്. ഫീ ഹംസത്തിന്, അതായത് ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളിൽ 5 അക്ഷരങ്ങൾ ഇസ്തിഇലാഹിന്റെ അക്ഷരങ്ങളാണ്. ആണ് ഫീ ഹംസത്തിൻ. ഇസ്തിഇലാഹിന്റെ ഉറുഫുകൾ ഏതൊക്കെയാണ്? ഖുസ്സ ലഗ്തിൻ ഖിൽ അല്ലേ? ജസീരി പഠിച്ചില്ലേ? അടുത്തിട്ടില്ല. ഖുസ്സ ലഗ്തിൻ ഖിൽ, അതിൽ 7 അക്ഷരങ്ങളാണ്. ഇസ്തിഇലാഹിന്റെ അക്ഷരങ്ങൾ 7 ആണ്. ഇസ്തിലാൻ അക്ഷരം എന്ന് പറഞ്ഞാൽ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ, കട്ടികൂട്ടി ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം 7. അതിൽ 2 ഇൽഹാറിന്റെ അക്ഷരങ്ങളാണ്, ബാക്കി 5 ഇഖ്ഫായിന്റെ അക്ഷരങ്ങളാണ്. അതാണ് ഫീ ഖംസത്തിൻ മിൻ ബഅദി അശ്രിൻ റംസുഹാ. റംസ അൽ ഇശാറ, സൂചന. ഫീ കിൽമി ഹാദൽ ബൈത്ത് ഖദ് ലമ്മൻതുഹാ എന്നാണ്. സിഫ് സ്വാദ്, ദാ ദാല്, സന സ, അങ്ങനെ 15. സിഫ് ദാ സനാകം ജാദ ശഖ്സുൻ ഖദ് സമാ ദും തയ്യിബൻ സിദ് ഫീ തുകൻ ലാലിമാ. عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا